ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M. സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റിൽ സ്വതന്ത്രനായി രണ്ടാമത് മത്സരിച്ച അൻവർ ഇടതുപക്ഷ ജനാധിപത്യ ചിത്രം കഴിഞ്ഞ കുറച്ച് മാസക്കാലം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ച് യൂദാസിനെ പോലെ ഒറ്റുകൊടുത്ത് UDFിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച അൻവറിന് ഉണ്ടായ ദയനീയമായ സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കേരളീയരായ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ദയനീയമായ ചിത്രമാണ്. കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചളിവായി എറിയുകയാണ് എന്ന ആരോപണമാണ് UDFിനെ പറ്റി, അതിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പറ്റി എനിക്കെതിരായിട്ട് ഗൂഢാലോചന വരെ നടക്കുന്നു എന്നുൾപ്പെടെ പറഞ്ഞു വെക്കുകയും അവരുടെ പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും രാവിലത്തെ പത്രസമ്മേളനം മാറ്റിവെച്ച് വീണ്ടും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്യുന്ന അൻവറിൻ്റെ ദയനീയമായൊരു ചിത്രമാണ് നമ്മളിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഏത് പാർലമെൻ്ററി സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തിരഞ്ഞെടുപ്പായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIഎം കാണുന്നത് അങ്ങനെയാണ്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M. സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവെന്ന നിലയിലും ഉയർന്നു വന്ന് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് സ്വരാജ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാക്കാനാവും. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതിനെ തുടർന്ന് നടക്കാൻ പോകുന്ന 2026 ഏപ്രിൽ മെയ്യിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റത്തിലേക്ക് പോകുന്നതിൻ്റെ നാന്ദി കുറിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പാർട്ടി സഖാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതാണ് പറയാനുള്ളത്. ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള അൻവർ ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാട്, അതിനോട് UDF എടുത്ത സമീപനം, ഇതെല്ലാം വെച്ചുകൊണ്ട് ശക്തിയായ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ ഞങ്ങൾക്കവിടെ സാധിക്കും. നന്നായിട്ട് ജയിക്കാനും കഴിയും. ഇതാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൻ്റെ ഒരു സ്ഥിതി. നാട്ടുകാരൻ തന്നെയാണല്ലോ. അവിടെ ചെറുപ്പം മുതലേ പഠിച്ചു വളർന്നതും പ്രവർത്തിച്ചു വന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം നിയോജകമണ്ഡലം ആണ് ഈ നിലമ്പൂർ.
അത് കോൺഗ്രസ്സുകാർക്ക് എന്തും പറയാറോ? അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ മുഖവിലക്കെടുക്കാറില്ല. ഞങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടിയാണ് ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് വന്നത്. അപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുക, അതും ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആ തർക്കമൊന്നുമല്ല ഞങ്ങൾ കാണുന്നത്. അത് തർക്കം നിങ്ങൾ കാണുന്ന തർക്കമല്ലേ? അതിൻ്റെ അപ്പുറത്ത് എത്ര തർക്കങ്ങളാണ് ആ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഉള്ളിലുള്ളത്. അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് കാണുന്നുണ്ട്. എല്ലാ തർക്കങ്ങളും പ്രശ്നങ്ങളും ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംഘടന എന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിച്ചിട്ടുമില്ല, ഞാനൊട്ട് പറയാനും ഉദ്ദേശിക്കുന്നില്ല. അത് റോഡ് ഷോക്കൊന്നും സ്ഥാനാർത്ഥി വേണമെന്നില്ല. അങ്ങനെയാ ചെല്ലാതെ അവിടെ ഇപ്പം വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ശരി. ഇപ്പോൾ സ്വരാജിനെ അവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വോട്ടർമാരോടോ ജനങ്ങളോടോ ഇതാണ് സ്വരാജ് എന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല. സ്വരാജ് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ അവിടെ പരിചിതനാണ്. അത് പാർട്ടിയിലെ തീരുമാനിക്കുക. അവരൊരാളെ സമ്മതം നോക്കിയില്ല തീരുമാനിക്കുന്നത്. പാർട്ടിയാണ് തീരുമാനിക്കുന്നതെല്ലാം. നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവായിട്ടാണ്. അതുകൊണ്ട് ഞങ്ങളെ പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയാണ് തീരുമാനിക്കുക ആരാണ് മത്സരിക്കേണ്ടത് എന്ന്. ഒരു വിലയിരുത്തലുമില്ല. അൻവർ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റുകൊടുത്ത യൂദാസിൻ്റെ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത്. അൻവറിന് അവിടെ വേറെ എന്തെങ്കിലും രീതിയിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഞങ്ങളില്ല. അതിൽ UDF-ഉമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നതും പറയുന്നതും പത്രത്തിൽ പറയുന്നതും ഒക്കെ. ഞങ്ങളെ അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ടല്ലേ അൻവർ തിരിഞ്ഞിട്ടുള്ളത്. ഞാനതാ പറഞ്ഞത്, അൻവർ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും നിങ്ങളിപ്പോൾ ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ കേക്ക് നീല ചോദിച്ചു. അത് മനസ്സിലാവണമല്ലോ. ചോദിച്ചാൽ മനസ്സിലാവണം. ചോദിച്ചാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതെന്താ പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞ പോലെ നിൽക്കുന്നതല്ല ഈ സെറ്റ്. ഏറ്റവും അവസാനം വേറൊരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ അത് ഗുണം ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഗുണം ചെയ്യില്ലല്ലോ, കാരണം പോയല്ലോ. അത് വിശദീകരിക്കാൻ എന്നെ ഉപയോഗിക്കണ്ട. അതാണ് നിങ്ങൾ ഉന്നതം. അൻവർ വരുന്നോ വരുന്നില്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അയാൾ മത്സരിക്കുന്നില്ലയോ എന്നുള്ളതും ഞങ്ങൾക്ക് പ്രശ്നമല്ല. നിലമ്പൂർ നിയോജകമണ്ഡലത്തിന് അടിസ്ഥാനപരമായിട്ട് തൊഴിലാളികൾക്ക് വീക്ഷണവും രീതിയും ഒക്കെയുള്ള ഒരു പാവപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ നിലമ്പൂര്. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തി അതിൻ്റെ ഫലമായിട്ട് മരിക്കേണ്ടി വന്ന രക്തസാക്ഷിയാവേണ്ടി വന്ന കുഞ്ഞാലിയുടെ നാടാണ് ഈ നിലമ്പൂര്. ആ നിലമ്പൂരിലെ അധ്വാനിക്കുന്നൊരു വർഗ്ഗമുണ്ട്, വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. മറ്റ് മണ്ഡലം പോലെയല്ല നിലമ്പൂര്. മലപ്പുറത്തെ തന്നെ മറ്റു മണ്ഡലങ്ങൾ പോലെയല്ല നിലമ്പൂർ മണ്ഡലം. നല്ല രാഷ്ട്രീയ പോരാട്ടം നടത്തി പരിചയമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉപജാപക സംഘങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ച് അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വലിയ അഭിപ്രായ വ്യത്യാസവും സംഘർഷവും സംഘടനവും ഒക്കെ UDF-ൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സംഘർഷം കൂടി ഈ അൻവറും കൂടി വന്നപ്പോൾ ആയിരുന്നു മാത്രമേ ഉള്ളൂ. അത്രേ കാണുള്ളൂ. ഞങ്ങൾ UDF-ആയിട്ടാണ് മത്സരം. അതിനെന്താ വേറെ തർക്കമുള്ളത്? അവിടെ വേറെ പ്രധാനപ്പെട്ട വേറൊരു മുന്നണിയില്ല. ഉള്ളത് LDF-ഉം UDF-ഉം തന്നെയാണ്. UDF അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് നിങ്ങൾ ഗൗരവത്തിലെടുത്തോ. അവിടെ ആര് മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും അവിടെ എല്ലാ വർഗീയവാദികളും, ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത, അതിൻ്റെ ഒപ്പം ചേർന്ന UDF-ൻ്റെ വിഭാഗം എല്ലാം ചേർന്നൊരു മഴവിൽ സഖ്യമൊക്കെ ഉണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മത്സരിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊന്നും യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നായിട്ട് വരില്ല. അതാണ് കാര്യം. അതെ അതെ, രാഷ്ട്രീയം തന്നെയാണ് പൂർണ്ണമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് വേറെ എന്ത് പറയാനില്ല. രാഷ്ട്രീയം അല്ലാണ്ട് വേറെ എന്താണ് പറയാനുള്ളത്? രാഷ്ട്രീയം തന്നെയാണ്. കേരളത്തിലെ വികസനം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? കേരള വിരുദ്ധ നിലപാടാണല്ലോ UDF-ഉം BJP-യും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു വികസനവും നടത്താൻ പാടില്ല എന്നാണല്ലോ അവർ സ്ഥിരമായിട്ട് ശരിയായ
രാഷ്ട്രീയ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും അവരതില്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ വികസനത്തിനെതിരായിട്ടുള്ള സമരമല്ലേ കേരളത്തിൽ നടന്ന ഏക സമരം? വേറെ ഏത് സമര? അവർ നടത്തിയ എല്ലാ സമരത്തും പരിശോധിച്ച് നോക്കി എല്ലാം തന്നെ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനത്തിന് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാട് വെച്ചുകൊണ്ടല്ലേ സമരം നടത്തിയിട്ടുള്ളത്. വേറൊരു സമരം അവർ നടത്തിയിട്ടില്ലല്ലോ. ജനകീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സമരം UDF നടത്തിയോ? BJP നടത്തിയോ? ഇവിടെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പോരാട്ടങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ നടത്തിയത്. അതല്ലേ കേരളത്തിൻ്റെ വർഗീയവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഞങ്ങൾ അതിശക്തിയായ രീതിയിൽ പ്രതികരിച്ചത്, ഗവർണർമാരുടെ നിലപാട് ഉൾപ്പെടെ വെച്ചുകൊണ്ട്. കേരളത്തിന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ കിട്ടേണ്ടുന്ന നമ്മുടെ അവകാശപ്പെട്ട വിഹിതം അത് തരാതിരിക്കുമ്പോൾ അതിനെതിരായിട്ട് ശക്തിയായ പ്രക്ഷോഭവും പ്രസ്ഥാനം ഉണ്ടായി രൂപപ്പെടുത്തിയത് ഞങ്ങളല്ലേ. ഏതെങ്കിലും UDFകാരൻ വേണ്ടിയിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അവഗണിക്കുകയാണ്, സാമ്പത്തിക ഉപരോധം തീർക്കുകയാണെന്ന് പറഞ്ഞിട്ട് വല്ലതുണ്ടോ? വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കിഫ്ബിക്കെതിരായിട്ട് അല്ലേ നിങ്ങളുടെ സമരം, UDFൻ്റെ സമരം, BJPയുടെ സമരം? ആ കിഫ്ബിയല്ലേ 90,000 കോടി ചിലവാക്കിയിട്ട് കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യമാകെ ലോകത്തിന് മുമ്പിൽ വളരെ ഫലപ്രദമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് കേരളത്തെ മാറ്റിയത്. അതിൻ്റെ ഭാഗമായിട്ടല്ലേ റോഡും പാലവും ആശുപത്രി കെട്ടിടങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി എന്തിന് നാഷണൽ ഹൈവേ 66 വേണ്ടി 5600 കോടി റുപ്യ കൊടുത്തത് കിഫ്ബിയല്ലേ കേരളത്തിന് വേണ്ടി? അതിനെതിരെ അത് ഒരു തരത്തിലും പറ്റില്ല എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്. ഞങ്ങളിവിടെ സംരംഭകരെ കണ്ടെത്താൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അത് നിങ്ങളെതിരായിരുന്നല്ലോ. 3,50,000 സംരംഭകരെ ഈ കേരളത്തിൽ കണ്ടെത്തിയല്ലോ. അതുവഴി 3,50,000 ആൾക്ക് തൊഴിൽ കിട്ടുന്ന അവസ്ഥ വന്നാൽ 7 ലക്ഷത്തോളം ആളുകൾക്ക് ഈ കണക്ക് കൂട്ടിയാൽ ജോലി കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ. PSC മുഖേന ഏറ്റവും കൂടുതൽ ആൾക്ക് തൊഴിൽ കിട്ടിയത് കേരളത്തിലല്ലേ, ഇന്ത്യ ഏതാണ്ട് റിക്രൂട്ട് ചെയ്തതിൻ്റെ പകുതി എവിടെയാണ്? പകുതിയല്ല, 60% കേരളത്തിലാണ് ജോലി കിട്ടിയത്. ഇനിയുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്ക് ജോലി കൊടുക്കാനുള്ള പദ്ധതിയാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. പിന്നെ ഇവരുടെ നിഷേധാത്മകമായ രാഷ്ട്രീയം UDFൻ്റെ അതും ചൂണ്ടിക്കാണിക്കും. പിന്നെ അതിൻ്റെ അകത്ത് മുഴുവൻ പിണക്കങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർ ഇപ്പോൾ അൻവർ പ്രശ്നത്തിൽ പോലും ഒരു യോജിച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനായോ? ഓരോരുത്തരായിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അത് സംബന്ധിച്ച് അൻവറിൻ്റെ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഘടകമല്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങളോട് പറയുന്നത് ഏതാ ഭരണത്തിൻ്റെ വിലയിരുത്തൽ അല്ലാതാകുന്നത്? ഭരണത്തിൻ്റെ വിലയിരുത്തൽ അല്ലാതാകുന്ന എന്തെങ്കിലും ഉണ്ടോ? അതിലൊന്നും ഞങ്ങൾക്കൊരു ഉൾക്കണ്ടിയില്ല കേട്ടോ. മൂന്നാമത്തെ ടേം കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിന് ബേജാറായിട്ട് കാര്യമൊന്നുമില്ല. അതിൽ ഞങ്ങൾക്ക് ഉൾക്കണ്ടിയില്ല. അതെല്ലാം തീരുമാനിക്കപ്പെട്ടതുപോലെയാണ് ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകാൻ പോകുന്നത്. അത് ഈ മാധ്യമങ്ങളുടെയും സെൻട്രൽ ഏജൻസികളുടെയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽപ്പെടുത്തി മാറുന്നതല്ല. അല്ല, പൊതുസ്വതന്ത്രം ഞങ്ങളെന്തിനാ തേടുന്നത്? ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയില്ലാണ്ടിരിക്കണ്ടേ? ഞങ്ങളെന്തിനാ പൊതു സ്ഥാനാർത്ഥി നടക്കേണ്ട കാര്യം? പൊതു സ്ഥാനാർത്ഥി വരുന്ന ഭൗതിക സാഹചര്യം രൂപപ്പെട്ടു വന്നാൽ അതിനെപ്പറ്റി ആലോചിക്കുന്നത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞങ്ങളിപ്പോൾ മറ്റേ സ്ഥാനാർത്ഥി അന്വേഷിച്ച് നടക്കേണ്ട പരിപാടി ഞങ്ങൾക്കില്ല. ഒരാളെയും സമീപിച്ചിട്ടില്ല, ഒരാളെയും ഞങ്ങൾ സമീപിച്ചിട്ടില്ല. ഞങ്ങൾ കൃത്യമായിട്ട് പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആ ഒരുക്കിയതിൻ്റെ തുടർച്ചയായിട്ട് പാർട്ടി സെക്രട്ടേറിയറ്റ് ഇന്നാണ് യോഗം ചേർന്നത്. ഇന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു, അത്രയേ ഉള്ളൂ. എൻ്റെ ആശാവർക്കർമാരുടെ സമരം നിങ്ങളായിരുന്നു സമരം? ആശാവർക്കർമാരുടെ സമരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മഴവിൽ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു തുടർച്ചയാണ്. അതിന് ഇതിൽ എത്രയോ പ്രാവശ്യം വിശദീകരിച്ചാണല്ലോ. ആശാവർക്കർമാരുടെ സമരത്തോടൊപ്പം ഞങ്ങൾ അത് പറഞ്ഞാൽ മനസ്സിലായ ആശാവർക്കർമാരുടെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള സമരത്തോടൊപ്പമാണ് ഞങ്ങൾ. അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് നടക്കേണ്ടുന്ന ഒരു സമരമാണ്. അത് രാഷ്ട്രീയമായ ഉള്ളടക്കത്തോടുകൂടി നിങ്ങളെല്ലാം കൂടി ചേർന്നു, ഞാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചേർന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് നടത്തുന്നത് മാത്രമേ ഉള്ളൂ. വകതിരിവുണ്ടായാൽ കൃത്യമായിട്ട് മനസ്സിലാവും അത് സെൻട്രൽ സ്കീമാണ്, സെൻട്രൽ ഗവൺമെൻറ്റാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം ചേർന്ന് സംസ്ഥാന ഗവൺമെൻറ് എന്താണോ തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് മാസങ്ങളായി.
ഇപ്പോഴും ഓരോരുത്തരും ഇങ്ങനെ ആശ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ പറയുന്നത് മാത്രമേ ഇപ്പോഴുള്ളൂ. അതാ കാര്യം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അല്ലല്ല, UDF മണ്ഡലമൊന്നുമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലം. ആര്യാടെ മോദനോട് തന്നെ വളരെ ചെറിയ വോട്ടിനൊക്കെയാണ് നമ്മുടെ സ്ഥാനാർത്ഥി തോറ്റത് അവിടെ. ആ അനുഭവം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതൊക്കെ മറികടക്കാനുള്ള നല്ല ശേഷിയും സാധ്യതയും ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ നിയോജക മണ്ഡലത്തിലുണ്ട്. നല്ല സ്വാധീനമാണ് ഇപ്പോഴും. സ്ഥാനാർത്ഥി എവിടെയുണ്ട്? അല്ല, എവിടെയുള്ളത് നോക്കട്ടെ. നിങ്ങൾ കണ്ടോ? അതെ, നമുക്ക് കാണുന്നതിൻ്റെ ആഹ്ലാദപ്രകടനം ഒരു സംശയവും വേണ്ട. അവിടെ മത്സരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയനായ സ്ഥാനാർത്ഥിയായിരിക്കും സഖാവ് സ്വരാജ്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ രീതിയിലൊരു സ്വീകാര്യത സ്വരാജിന് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ കിട്ടും. അതുകൊണ്ടൊരു വലിയ രീതിയിലുള്ളൊരു ആവേശത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് അവിടെ ഉണ്ടാവാനിടയുള്ള അവരുടെ ഈ ആഹ്ലാദ പ്രകടനം, ആവേശകരമായ പ്രകടനം. അതിന്നിപ്പോൾ തന്നെ തുടങ്ങും. ഇപ്പോൾ ഈ പ്രഖ്യാപനത്തോടുകൂടി തന്നെ ആ കാര്യം അവിടെ തുടങ്ങും. സ്ഥാനാർത്ഥി അവിടെ ഇല്ലെങ്കിലും എവിടെ അല്ല, എങ്ങനെ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. നമ്മളെപ്പോൾ അവിടെ ഇല്ലാതിരിക്കുന്നത് എല്ലാ സ്ഥലത്തും അവിടെ ഉണ്ടാവും. അവിടെ പുറത്ത് അല്ല, സ്ഥാനാർത്ഥി എവിടെയുള്ളത് നോക്കണ്ടേ? നല്ല നോക്കിയാട്ടെ സ്ഥാനാർത്ഥി. ഇപ്പോഴും തലവേദനയില്ലേ? ഇനിയും തലവേദനയാവും. ഞാനതാ ഉപയോഗിച്ചത്. അതിന് ഒരു അനന്തര ഭാവിയുണ്ട്. അതെ, ആ കഥാപാത്രത്തെ പറ്റി അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ. ഇല്ല, 1-ാം തീയതിയാണ് ആദ്യം അവിടെ ആ മണ്ഡലത്തിലെത്തുന്നത്. 1-ാം തീയതി കൺവെൻഷൻ. അതൊരു ചരിത്രപ്രസിദ്ധമായ കൺവെൻഷനായിരിക്കും. വലിയ ജനകീയ മുന്നേറ്റമായിരിക്കും 1-ാം തീയതി. ഞങ്ങളെല്ലാം 1-ാം തീയതി അവിടെ ഉണ്ടാവുകയും ചെയ്യും. LDFൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സഹാക്കളും നേതാക്കളും ഒക്കെ ഉണ്ടാവും. ജയിച്ചാലും തോറ്റാലും എന്നുള്ളതല്ല പ്രശ്നം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ മുന്നോട്ടേക്കുള്ള യാത്രയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഇലക്ഷനും അതിനുശേഷം നടക്കുന്ന അസംബ്ലി ഇലക്ഷൻ്റെ ഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ കാൽവെപ്പായിരിക്കും ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പ് വിജയം. അത് ഞങ്ങൾ കാണുന്നുണ്ട്. ഇല്ല, സ്വന്തം പരീക്ഷയൊന്നും അവസാനിപ്പിക്കുന്നില്ല. അതാണ്, ഏതെങ്കിലും ഒന്ന് കാണുമ്പോൾ ഉടനെ അത് അവസാനിപ്പിച്ചോ, ഒന്ന് കാണുമ്പോൾ ഇത് തുടങ്ങിയോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ സ്വതന്ത്രന്മാരൊന്നും അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 1957 തിരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങൾ സ്വതന്ത്രന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന കേരളത്തിലെ ലോക ചരിത്രത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ആദ്യത്തെ സംസ്ഥാന ഗവൺമെൻറ് ഈ ലോകത്ത് കേരളത്തിലാണ് ഉണ്ടായത്. ആ കേരളത്തിലെ ഞങ്ങളുടെ ഭൂരിപക്ഷം അന്ന് സ്വതന്ത്രന്മാരുൾപ്പെടെ ചേർന്നിട്ടാണ്. സ്വതന്ത്രന്മാരുൾപ്പെടെ ചേർത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും കൃത്യമായിട്ട് അവിടെ ഭരണം തന്നെ നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോയ സ്വതന്ത്രന്മാരാണ്. മന്ത്രിമാരും അവർ തന്നെയായിരുന്നു വളരെ പ്രധാനപ്പെട്ട രീതിയിൽ. വാ ഒരു കസാല. അല്ല, ഞാൻ അപ്പോൾ നമുക്ക് പത്രസമ്മേളനത്തിൻ്റെ ആദ്യഘട്ടം അവസാനിപ്പിക്കാം. രണ്ടാമത് സ്ഥാനാർത്ഥി കൂടി എത്തിയ പരിസ്ഥിതിയിൽ സ്വരാജിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുള്ള പോലെ അല്ലെങ്കിൽ സ്വരാജ് പറയും. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അറിയാം,
പലതവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. CPIM ചിഹ്നത്തിൽ CPIM സ്ഥാനാർത്ഥിയായും ജയിച്ചിട്ടുണ്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന നിലയിലും ജയിച്ചിട്ടുണ്ട്. ഈ രണ്ടനുഭവവും നിലമ്പൂരിനുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ആ അഭിപ്രായം ഉയർത്തുന്നവർ ഇടതുപക്ഷക്കാർ മാത്രമല്ല. ചില കാരണങ്ങളാൽ ഇടതുപക്ഷത്തെ ചില സന്ദർഭങ്ങളിൽ വിമർശിക്കുകയും പരിഭവം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ പോലും ഉണ്ട്. പക്ഷെ അവരെല്ലാം കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. അതിന് കാരണം കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഒരു നവകേരളം സൃഷ്ടിക്കുകയാണ്. അതിൻ്റെ ഗുണഭോക്താക്കളാണ് സാധാരണക്കാരായ ജനങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കേരളത്തിലെ LDF ഗവൺമെൻറ്റിനോട് വലിയ മമതയും പ്രതിപത്തിയുമുണ്ട്. ഇത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. LDF ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും. ഒപ്പം ഉറച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിൽ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് എല്ലാ മതനിരപേക്ഷവാദികളെയും പ്രതീക്ഷ നൽകുന്ന നിലപാടാണ്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല ഉറച്ച വിശ്വാസം, ആത്മവിശ്വാസം LDF-ന് CPIM-നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ തുടർഭരണത്തിനുള്ള ഒരു നാന്ദിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. എല്ലാം നാട് തന്നെയല്ലേ. നിലമ്പൂർ നമ്മുടെ ജന്മനാടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോരാട്ടം എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കും എതിരെയാണ്. ഏതെങ്കിലും വ്യക്തി എന്ന നിലക്കല്ല. ഇപ്പം നിങ്ങളീ പറഞ്ഞ വ്യക്തികളെല്ലാം നമുക്ക് സൗഹൃദമുള്ളവരല്ലേ വ്യക്തിപരമായിട്ട്. എന്താ ഗുസ്തിയൊന്നും അല്ലല്ലോ. ഇത് ചില നിലപാടുകൾ, ആശയങ്ങൾ കേരളത്തെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കാനാണ്. ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളുടെ, മധ്യവരുമാന രാഷ്ട്രങ്ങളുടെയൊക്കെ ഒരു നിലയിലേക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാനാണ് LDF ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കോ അങ്ങനെയൊന്നും നമ്മൾ ചുരുക്കി കാണാൻ പാടില്ല. അല്ല, അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് കാണണ്ട. ഇപ്പോൾ ശ്രീ അൻവറിൻ്റെ കാര്യമാണ് നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഒരു വിശ്വാസം അർപ്പിച്ചിരുന്നു. പക്ഷേ ആ വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചില്ല. ഞാനിപ്പോഴും അദ്ദേഹത്തെ അതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതിൽ കോൺഗ്രസ്സാണ്, അതിൻ്റെ നേതാക്കന്മാർക്കാണ് വലിയ പങ്കുള്ളത്. അപ്പോൾ അതെല്ലാം ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ സ്വാഭാവികമായിട്ടും ആ സന്ദർഭത്തിൽ LDF-ഉം CPIM-ഉം ക്യാമ്പയിനൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. PB അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഞാനും അവിടെ പോയിട്ടുണ്ട്. അങ്ങനെ അത് കാണേണ്ടത്. അല്ല, അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടാവും ഓരോ തെരഞ്ഞെടുപ്പിലും. ഇതിനങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും എനിക്കറിയില്ല. നിങ്ങൾക്കാണ് ഒരു പക്ഷേ അറിയുക. അതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിചാരിക്കുന്നത് പ്രധാനമായും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ കേരളം കൂടുതൽ അഭിവൃദ്ധിപ്പെടണം. അതിന് ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകണം. അതിനാവശ്യമായ ഒരു വിധിയെടുത്ത് നിലമ്പൂരിലെ ജനങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. അത് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാത്തതുകൊണ്ടാണ്. നമുക്ക് എല്ലാ മനുഷ്യരോടും സോഫ്റ്റ് നിലപാടല്ലേ. ആശയപരമായ കാര്യങ്ങളിൽ ദൃഢതയുണ്ടാവും, അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. പക്ഷേ വ്യക്തികളെന്ന നിലയിൽ നമുക്ക് ആരോടും ശത്രുതയുണ്ടോ? ആരോടും ശത്രുതയില്ലല്ലോ. എല്ലാവരോടും സാഹോദര്യം, സൗഹൃദം, അത്രയല്ലേ ഉള്ളൂ. അല്ല, ആർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. കേരളത്തിൽ ഏതൊരു വോട്ടർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്.
അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ആര് മത്സരിക്കും എന്ന് നോക്കിയല്ല LDF നിലപാട് സ്വീകരിക്കുന്നത്. LDF നാടിൻ്റെ ഭാവിയെ കരുതി, ഇവിടുത്തെ ജനങ്ങളുടെ ഐക്യത്തെ കരുതി ഉള്ള നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോവുകയാണ്. ആര് മത്സരിക്കുന്നു എന്നതൊന്നും ഞങ്ങൾ അങ്ങനെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു കാര്യമല്ല. അത് അവരവരുടെ പ്രശ്നമാണ്, ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല. അല്ല, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. തീർച്ചയായിട്ടും അങ്ങനെ പറയുമല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിനും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിനും മുൻപായി നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെയൊക്കെ വിലയിരുത്തുന്നുണ്ട്. അതൊക്കെ ആലങ്കാരികമായ വിശേഷണങ്ങളാണ്, സ്വാഭാവികം. ഇന്നിപ്പോൾ ഇനിയും പോകാൻ സാധിക്കില്ലല്ലോ, ഇവിടെയല്ലേ. നാളെ തീർച്ചയായിട്ടും നാളെ അങ്ങയുടെ ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിലിട്ട് കുഞ്ഞാലിയുടെ മണ്ണാണ്, വലിയ വിപ്ലവ മണ്ണാണെന്ന് പറയുന്ന നിലമ്പൂരിലേക്ക് എന്തുകൊണ്ടാണ് പാർട്ടി ചിഹ്നത്തിലേക്ക് ഒരാൾ വരാത്തത്? അവിടെ ചുമതല വഹിക്കുന്ന എം സുരാജ് വരുന്നില്ല എന്നുള്ള തരത്തിലുള്ള ചോദ്യമുണ്ട്. അങ്ങേ മത്സരരംഗത്തേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും ഒരു ആവശ്യം. അത് അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണോ, അങ്ങ് നല്ല എതിരാളിയാണെന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണോ? അതിലെങ്ങനെയാണ് അങ്ങ് കാണുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, LDFന്റെ സ്ഥാനാർത്ഥി നിർണയം വൈകിയിട്ടില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസത്തിന് മുൻപ്, അതല്ലേ 2-ാം തീയതിയാണ് എന്ത് തോന്നുന്നു നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന സമയം. അപ്പോൾ അതിനു മുമ്പ് തീരുമാനിച്ചാൽ മതി. ഞങ്ങൾ മുൻപേ തീരുമാനിച്ച് അറിയിച്ചിട്ടുണ്ട് മാധ്യമങ്ങളെ പോലും. ഞങ്ങളുടെ സംഘടനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 30-ാം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. വൈകിട്ടില്ല. 1. 2, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചില സുഹൃത്തുക്കൾ എന്നോട് ചൂണ്ടിക്കാണിക്കണ്ടായി. എനിക്കതിൽ തോന്നുന്നത്, അപ്പോൾ ഞാൻ മത്സരിക്കണമെന്നത് പ്രതിപക്ഷം കൂടി ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരുടെ കൂടി അംഗീകാരം ഈ സ്ഥാനാർത്ഥിത്വത്തിന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ നന്ദി പറയുന്നു. ഇപ്പോൾ ഇയാൾ മത്സരിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ. അതെ, അപ്പൊ അവരുടെ എല്ലാ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കൂടി അഭിപ്രായത്തെ മുഖവിലക്കെടുത്ത ഈ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ നിങ്ങളും ഉണ്ടാവണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, എന്നാ പിന്നെ കാണാം. ശരി, ഒരുമിച്ച് എല്ലാ വിജയവും നിങ്ങളുടെ മുഖേന ആശംസിക്കുന്നു.